ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ December 6th അവളുടെ ബർത്ത്ഡേ. അവൾക്ക് 8 വയസ്സായി. എത്ര പെട്ടെന്നാണ് കുട്ടികളൊക്കെ വലുതാവണതിൽ. എനിക്ക് എപ്പോഴും നൈനുവിൻ്റെ ചെറുപ്പത്തിലത്തെ സംസാരം അതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എന്തിന് ഇത്ര വലുതാവണേന്ന്. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയിട്ട് ഇവരൊന്ന് വലുതായി കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷെ ഇപ്പം തോന്നുകയാണ് ചെറുതായി കിട്ടിയിരുന്നെങ്കിലോ എന്ന്. അവരുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമല്ലേ. എങ്ങനെ എത്ര പെട്ടെന്ന് കാലമൊക്കെ പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവിടെ എത്തി. ഇന്നലെ അവിടെ ഫുൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല. എല്ലാം നമ്മൾ നൈനുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ചെയ്യണത് കേട്ടോ. നാളെയാണ് അവൾക്ക് 6th ബർത്ത്ഡേ, 7th അവളുടെ നാൾ വരുന്നത്. ഞങ്ങൾ രണ്ടും ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മളിതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇന്ന് കറണ്ട് പോകുമെന്ന് അറിയില്ല. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണ പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ തേങ്ങയല്ല അരി അരച്ച് വെച്ചു കേട്ടോ. അരി അരച്ച് വെച്ചു, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കറണ്ട് പോകുന്നത് അറിയില്ല. ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഇന്നാണ് അരയ്ക്കാൻ പറ്റിയത്. ഇന്നലെ രാവിലെ കറണ്ട് പോയിട്ട് പാതിരാത്രിയിൽ എപ്പോഴെങ്ങാണ്ടാണ് വന്നത് എപ്പോഴാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തയ്ച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറേ സിമ്പിളല്ല കേട്ടോ, കുറേ പണിയുണ്ട്. കുറേ പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ടൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതേപോലത്തെ ഡ്രസ്സ് അവൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. നൈഹൂന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇതുപോലത്തെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന്. അതുകൊണ്ടാട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തത്. ഞാൻ വേറെ എന്തെങ്കിലും ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ അതിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. ഇതാവുമ്പോൾ അങ്ങനെ പ്ലീറ്റ്സ് കുറച്ചിങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എളുപ്പമൊന്നുമല്ല കേട്ടോ, കുറച്ച് നടുവൊക്കെ അങ്ങോട്ട് പോവും ഇരുന്നിട്ട് തയ്ച്ചിട്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലഞ്ചും ഉണ്ടാക്കണം, കുറേ പണിയുണ്ട്. ഇന്ന് ഇരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും പണിയുണ്ട്. സ്റ്റിച്ച് ചെയ്യണം, കേക്ക് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം. ഡിന്നർ പിന്നെ വേണ്ട, ലഞ്ചിൻ്റെ ഉണ്ട്, അത് തട്ടിക്കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഞാനൊരു പൊട്ടറ്റോ യൂട്യൂബിൽ കണ്ട കേട്ടോ. യൂട്യൂബിലല്ല, ഫേസ്ബുക്കിൽ കണ്ട കേട്ടോ ഒരാളുടെ. ഇങ്ങനെ ഞാൻ വെച്ചിട്ടില്ല. പൊട്ടറ്റോ ഉപ്പേരി എന്ന് പറയും. തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. ഇത് എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാ പോലെ തന്നെ കുറച്ച് എണ്ണ, കടുക്, പിന്നെ ഉണക്കമുളക്, പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ സവാള, പൊട്ടറ്റോ അരിഞ്ഞതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ നമ്മൾ ഈ തേങ്ങ, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. അത് എന്നിട്ട് ഉരുളക്കിഴങ്ങിലിട്ടിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ സാധാരണ പയർ, അങ്ങനത്തെ ബീൻസ്, അങ്ങനത്തേലൊക്കെ ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൽ വെക്കേണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ചാറ് കറി വേണ്ടേ, അതിന് ഞാൻ ഇവിടെ നമുക്ക് റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആഴ്ചയിലില്ലേ, വീക്കിലി നമുക്കിങ്ങനെ സബ്ജി കിട്ടും കേട്ടോ. സബ്ജിയുടെ കൂടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, പഴം എന്തായാലും ഉണ്ടാവും ഇവിടെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടാട്ടോ വെക്കണത്. തേങ്ങാപ്പാലിന് ഇവിടെ നല്ല കട്ടിയൊന്നുമില്ല. ഒരു തേങ്ങയ്ക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല തേങ്ങാപ്പാലൊന്നും കിട്ടൂല. ഇങ്ങനെ വെള്ളം പോലത്തെ ഒക്കെ ഉണ്ടാവും, ഒരു രസമില്ല. പിന്നെ ഞാൻ രാവിലെ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടക്കറിയുടെ കുറച്ച് അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മുട്ടക്കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അതിലൊഴിച്ച് വെച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, എൻ്റെ അമ്മമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കളയാതെ, അവരൊന്നും കളയൂലല്ലോ. അവരൊക്കെ ഇങ്ങനെ പണ്ടത്തെ ഫുഡ് ഒന്നും കളയാതെ അവർക്കറിയാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരിങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയും അമ്മച്ചി ഒന്നും കളയൂല, ഫുഡൊന്നും. എല്ലാം ഇങ്ങനെ കളയണ്ടല്ലോ വേണ്ടിയിട്ട് കഴിക്കും അവർ. അങ്ങനെ കുറച്ച് പണി ചെയ്യും അടുക്കളയിൽ, കുറച്ച് നേരം വന്ന് സ്റ്റിച്ച് ചെയ്യും. അതാണ് കേട്ടോ എൻ്റെ പണി. അപ്പോൾ ഇങ്ങനെ നൈനുക്കുട്ടി വന്നു കേട്ടോ. നൈനുക്കുട്ടിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട്, ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ ഇന്നലെ തയ്ക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ എന്നിട്ട് അവൾക്ക് വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു വിട്ടു കേട്ടോ സ്കൂളിലേക്ക്. ഇവർക്ക് ബർത്ത്ഡേയുടെ അന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ പോകാം കേട്ടോ. അല്ലാത്ത ദിവസമൊന്നും പോകാൻ പറ്റില്ല കളർ ഡ്രസ്സ് ഇട്ടിട്ട്.
അവൾ വന്നതും നൈഹു എന്തോ ചിത്രമൊക്കെ വരച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ലെറ്റേഴ്സൊക്കെ എഴുതാറിയാം ചെറുതായിട്ട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടാറായി. വയസ്സാവാറായതുകൊണ്ടായിരിക്കും. പിന്നെ നൈനുവിന് ഇന്ന് അവരുടെ സ്കൂളിൻ്റെ നെയിമും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ടീച്ചർ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളുടെ ക്ലാസ്സിൽ ഇവളത്രേ എല്ലാവരും തെറ്റിച്ച് എഴുതിയിത്രേ, ഇവളത്ര നന്നായിട്ട് എഴുതിയത്. അപ്പോൾ ഇവൾക്ക് ടീച്ചർ പെൻസിലും റബ്ബറും സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവൾ എനിക്ക് വന്നതും കാണിച്ചത്. അമ്മ എനിക്കിത് കിട്ടി, ടീച്ചർ തന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ അടുത്ത പണി കേക്ക് ഉണ്ടാക്കലാണ് കേട്ടോ. കേക്ക് ഞാൻ വൈകുന്നേരം എപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇന്നെല്ലാം ചെയ്ത് വെക്കണം, വയ്യ. എന്നാലും തണുപ്പൊക്കെ കാരണം നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. പിന്നെ നൈവു ആണെങ്കിൽ തുള്ളിയിരിക്കണം കേട്ടോ. അവൾക്ക് ഞാൻ അടുക്കളയിൽ എന്ത് പണിയുമ്പോഴും അവൾക്കെല്ലാം ചെയ്യണം, എന്നിട്ട് എല്ലാം കൊള്ളാക്കിയിട്ട് പോകും. അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ല, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു ചിക്കോസ് ഡൈൻ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവരുടെ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയത്. ആ കേക്ക് എനിക്ക് തോന്നുന്നത് ബട്ടർ സ്കോച്ചാണ് തോന്നുന്നു കേട്ടോ. അതോ റെഡ് വെൽവെറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോട്ടോ ഉണ്ട്, എവിടെയോ ഉണ്ട് ഫോട്ടോ. എനിക്ക് കുറച്ച് നന്നായിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഓവനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കട്ടിയുള്ള പാത്രത്തിലൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി, നമുക്ക് സക്സസ് ആയി, പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഞാനിങ്ങനെ സെയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കിച്ചൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഓവൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കലാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. അതുകൊണ്ട് എനിക്ക് കേക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാൻ മടിയാണ്. പിന്നെ ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് തീരെ ഇഷ്ടമല്ല കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇവിടെ അടുത്തൊരു ഷോപ്പൊന്ന് കിട്ടി, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല, ഒരു രസവുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം കിട്ടിയില്ല. പറഞ്ഞില്ലല്ലോ, കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതെടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. പക്ഷേ ഇത് എൻ്റെ കേക്കായതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. കുറച്ച് നേരം നോക്കി, ഒരു 10 മിനിറ്റ് നോക്കി കറണ്ട് വരുമെന്ന്. അപ്പോൾ കറണ്ട് വന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ കേക്കിൽ വെക്കുന്ന ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കാം, ഇത് ഇങ്ങനത്തെ ഇതൊരു സംഭവം, വിപ്പിംഗ് ക്രീമും കാരമൽ ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ അറിയില്ല. പിന്നെ നമ്മൾ ആ സംഭവമാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് ബ്രൂ കോഫി പൗഡറും പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ചട്ടിയൊക്കെ ഇരുന്ന് അടിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ കേക്ക് പറയുമ്പോൾ ഗണാഷ് ഒഴിച്ചിട്ടുണ്ടാക്കണത്, അതുകൊണ്ട് ഞാൻ കേക്കിൽ വലിയ ഫിനിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ അതിൻ്റെ മേലെ ഗണാഷ് ഒഴിക്കല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിക്കണത് ഇന്ന് ഐസിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. ആ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, നാളത്തെ ഭാഗം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പ്രളയൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഉണ്ടാക്കേണ്ട സമയം ലാഭിച്ചു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അത് അതേപോലെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്, കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെയും സ്റ്റിച്ച് ചെയ്യാൻ പോയിരുന്നു. രാത്രിയായിട്ടോ, 10 മണി 10:30 ആയി തോന്നുന്നു. എല്ലാവരും ഉറങ്ങി. ഞാനിത് തീർത്തിട്ടേ കിടക്കുള്ളൂ പറഞ്ഞിട്ടാണ് കേട്ടോ. നൈനുവിനോട് ഞാൻ കിടന്നുറങ്ങല്ലേ, ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് കിടക്കടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ഷേപ്പൊക്കെ ആയോ എന്നൊന്ന് അറിയണ്ടേ, ഒന്ന് ഇട്ട് നോക്കണ്ടേ. അപ്പോഴേക്കും ഞാനിവിടെ നിന്ന് വിളിക്കാനായിരുന്നു വാവാട്ട്. അവളവിടെ കിടന്ന് ഉറങ്ങിപ്പോച്ച്. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് എപ്പോഴും ഞാൻ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഹാളിൽ നിന്നിട്ടാട്ടോ വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് പുറത്ത് പോയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എൻ്റെ 2 മക്കൾക്കും നല്ലൊരു കഴിവുണ്ട്, ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ പറയണ പോലെ എല്ലാം പോസ്റ്റ് ചെയ്ത് നിന്ന് തരും കേട്ടോ. അത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ശീലിച്ചത് കൊണ്ടായിരിക്കും.
ഞാനിങ്ങനെ എന്തിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഇങ്ങനെ ഫോട്ടോസായാലും ഇങ്ങനെ വീഡിയോ എടുത്തിടാറുണ്ട്, അതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഗണേശൊക്കെ ഉണ്ടാക്കി ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ബട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ആ കേക്കില്ലേ അത് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ മേലെ ആ ഗണേശ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, ആ കേക്കിൽ ഇത് ഒഴിക്കുമ്പോൾ ആ വിപ്പിംഗ് ക്രീമോടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും കേക്ക്. അതോട് നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകും കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പായസത്തിന് എന്തോ ഒരു പ്രശ്നം പറ്റി. ഇങ്ങനെ കുറച്ചിങ്ങനെ പിരിഞ്ഞ പോലെ തോന്നുക. പക്ഷേ അത് നമ്മൾ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇനി പാലും ശർക്കരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചില സമയത്ത് അങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവാറുണ്ട്. അതാണോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഉമേഷൊക്കെ കഴിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിച്ചു. എന്നാലും എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ ഏലക്ക കാഷ്യൂനട്ട് എല്ലാം പോയി. അതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കേക്കിൽ കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഫ്ലവർ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ഫോണ്ടൻ്റ് ആയിരുന്നു, അത് ഞാൻ കുറച്ച് റെഡ് ഫോണ്ടൻ്റ് ആക്കി എടുത്തു കേട്ടോ. കയ്യിലൊക്കെ റെഡ് കളറായി കേസ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കേക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് കേട്ടോ. ഞാൻ അന്ന് പണ്ട് എപ്പോഴോ 2-3 കൊല്ലം മുമ്പ് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. കുറച്ച് പണി കൂടുതലാണ്. എൻ്റെ കേക്ക് കാണുമ്പോൾ എൻ്റെ പായസത്തിന് വലിയ ഒരു രസമൊന്നുമില്ല. പക്ഷേ ഞാൻ അന്ന് 2 വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ കേക്ക് പായസം ഉണ്ടാക്കിയത്. പക്ഷെ പായസത്തിന് എന്തോ പറ്റിപ്പോയി. സാരമില്ല, അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ചായ വെക്കുമ്പോൾ ശർക്കര ഉപയോഗിച്ച് ചായ വെക്കുമ്പോഴും പാലിങ്ങനെ പിരിഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ഇന്നാണെങ്കിൽ ഉമേഷിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോഴേക്കിനും വേഗം കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ചു. പിന്നെന്താ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഒരു 2 ദിവസത്തെ വീഡിയോ കേട്ടോ കാണിക്കണത്. അങ്ങനെ നമ്മുടെ നൈനുക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.